ബിന്ദു കൃഷ്ണയ്ക്കെതിരെ RSP നേതാക്കൾ ഗൂഢാലോചന നടത്തിയതായി ആരോപണം. CPM നേതാക്കളുമായി RSP നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലം ബീച്ച് റോഡ് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടന്നുവെന്നാണ് ആരോപണം. UDF നേതൃത്വത്തിന് ബിന്ദു കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകി. ഈ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി. CPM കൂടിക്കാഴ്ച UDF നേതൃത്വം സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ദൃശ്യങ്ങൾ എത്തിയപ്പോഴാണ് ഇക്കാര്യത്തിലൊരു നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ RSP പോലും കഴിയുന്നില്ലേ? അല്ല, അത് RSP ജില്ലാ നേതൃത്വം ഞാൻ പറഞ്ഞത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് RSP ലോക്കൽ കമ്മിറ്റി പിറ്റേന്ന് കൂടുകയും അവിടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും RSP ജില്ലാ സെക്രട്ടറി താക്കീത് എന്നോണം ഈ മുഴുവൻ പ്രവർത്തകർക്ക്, ഈ പങ്കെടുത്തവർ മാത്രമല്ല, അവരൊരു 10, 15, 16 പേരെ യോഗത്തിലുണ്ടായിരുന്നു. ആ RSP ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ സഖാക്കളും ഉണ്ടായിരുന്നു. അവരോട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുകയും RSP ജില്ലാ സെക്രട്ടറി തന്നെ ഇതുവരെ സാധാരണഗതിയിൽ RSPയുടെ ശക്തിക്കനുസരിച്ച് നടത്തുന്ന പ്രകടനം ഇത്തവണ നടത്തിയതായി കാണുന്നില്ല. മാത്രവുമല്ല, ഇത്തരം ഒരു പരാതി വന്ന സ്ഥിതിക്ക് അതെല്ലാം തെളിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം RSP സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ജില്ലാ സെക്രട്ടറി കർശനമായി RSP ലോക്കൽ കമ്മിറ്റി, സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലുള്ള എല്ലാ സഖാക്കളെയും താക്കീത് ചെയ്താണ് അന്ന് ഞങ്ങൾ അവിടുന്ന് പിരിയുന്നത്. അല്ല, നടപടി ഉണ്ടോ എന്നുള്ളത് RSP ആണ് തീരുമാനിക്കേണ്ടത്. അതെ, നമ്മൾ അതിന്റെ വസ്തുത ക്ലിയർ കട്ടായിട്ട് ഈ RSP ജില്ലാ നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, ഗൗരവതരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണ വലിയ ഒരു ഫൈറ്റ് കൊല്ലത്ത് നടത്തിയൊരു പശ്ചാത്തലമുണ്ട്. കൊല്ലത്ത് ശക്തിയുള്ള RSPയുടെ നേതാക്കൾ ബിന്ദുവിനോട് സഹകരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്, സംശയമില്ല. കൊല്ലത്ത് ഈ വിഷയം കത്തുകയാണോ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അത് ശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു മണ്ഡലം തന്നെയായിരുന്നു കൊല്ലം. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയ്ക്കെതിരെയാണ് RSP പ്രാദേശിക നേതാക്കൾ ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. CPM നേതാക്കളുമായി RSP നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച ഉണ്ടായി. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം ബീച്ച് റോഡിൽ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച നടന്നതായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നത്. ഏപ്രിൽ 6-ാം തീയതിയിലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. UDF നേതൃത്വം അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൂടിക്കാഴ്ച CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ഡീൽ നേരത്തെ അറിഞ്ഞതായും വോട്ട് ചോർച്ച നടന്നതായുമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് സ്ഥാനാർത്ഥിയുടെ അതല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ RSP ലോക്കൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും മാറ്റിയതായിട്ടാണ് കോൺഗ്രസിന്റെ കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സംഭവത്തിൽ ബിന്ദു കൃഷ്ണ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ചുമതല വോട്ട് തേടലാണെന്നും ബാക്കി കാര്യങ്ങളിൽ നേതൃത്വമാണ് പ്രതികരിക്കേണ്ടതെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് മാറുന്നുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. ദിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. RSP CPM നേതാക്കളുമായി, RSP നേതാക്കളും CPM നേതാക്കളുമായി കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തി. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തെ ഗൗരവമായി കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് ഒരു പുതിയ രാഷ്ട്രീയ വിവാദമായി ഈ ഡീലും മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.